അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖലീലുല്ലാഹി ജീവിത പുസ്തകം അതിൻ്റെ താളുകൾ വിവിധങ്ങളായി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിവിധങ്ങളായ സംവാദങ്ങളിൽ ഏർപ്പെട്ടു, വിജയിച്ചു. ഇതിൻ്റെ ഒരു രൂപം കഴിഞ്ഞ എപ്പിസോഡിൽ നാം ശ്രവിച്ചു. ഇങ്ങനെ വിവിധങ്ങളായ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടപെടുന്നുണ്ട്. ഏകനായ സൃഷ്ടാവാണ് സത്യമെന്നും അള്ളാഹുവിനുള്ള വിശ്വാസമാണ് യാഥാർത്ഥ്യമെന്നും അല്ലാത്ത സാങ്കല്പിക ലോകത്ത് നാം ജീവിക്കുന്നത് വിഡ്ഢിത്തമാണെന്നും കൃത്യമായും ബോധ്യപ്പെടുത്തുന്ന തെളിവ് സഹിതമുള്ള സമർപ്പണങ്ങളും സമർത്ഥനങ്ങളുമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്നത്. ഓരോ ദിനവും അവിടുന്ന് സത്യവിശ്വാസം സ്ഥിരപ്പെടുത്താനുള്ള സമരത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ ദിനവും സത്യവിശ്വാസം തെളിയിക്കാനുള്ള സമരഭൂമിയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ വിവിധങ്ങളായ രേഖകൾ ഉണ്ട്. ഞാൻ ചിലത് മാത്രമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചത്. ഇങ്ങനെ എല്ലാ സംവാദ മേഖലകളിലും പരാജയം വന്നപ്പോൾ ശത്രുക്കൾ തീരുമാനിച്ചൊരു തീരുമാനമുണ്ട്: ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചുട്ടരിച്ച് കളയുക. നമുക്കറിയാം, സത്യം തുറന്നു പറയുന്നവർ, ലോകത്ത് അസത്യത്തിന് നിലനിൽപ്പില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുമ്പോൾ ഒരിക്കലും തൻ്റെ വാദഗതിയുമായി മുന്നോട്ട് പോവാൻ കഴിയില്ല. സത്യത്തിൻ്റെ മുന്നിൽ അസത്യം എരിഞ്ഞടങ്ങുമ്പോൾ അസത്യത്തിൻ്റെ ആളുകൾ എക്കാലവും ചിന്തിച്ചിരുന്നത് സത്യത്തിൻ്റെ വാഹകരെ നശിപ്പിക്കാനായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഖുർആൻ പറയുന്നു, അവരൊന്നിച്ചു ചർച്ച ചെയ്ത് തീരുമാനിച്ചു പറയുന്ന വാചകം ഹരിഖൂഹു വൻസുറൂ ആലിഹത്തക്കും ഇൻ കുന്തും ഫാഇലീൻ. ചുട്ടരിച്ച് കളയാനാണ് തീരുമാനം. അതിനായി അവരൊരുക്കിയ സംവിധാനം അറിയുമോ നിങ്ങൾക്ക്? തഫ്സീറുകൾ പഠിപ്പിക്കുന്നത് കാണാം. നമ്രൂദും സംഘവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരു വീട്ടിൽ ബന്ധനസ്ഥനാക്കി വച്ചു. എന്നിട്ട് കൂസ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു വലിയ സംവിധാനം ഒരുക്കുകയാണ്. മതിലുകൾ കെട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേണ്ടി ഒരു വലിയ തീക്കുണ്ടാരം സംവിധാനിക്കുകയാണ്. ആ തീക്കുണ്ടാരത്തിൻ്റെ മതിലിൻ്റെ ഉയരം എത്രയാണെന്നറിയുമോ? 300 മുഴം. 300 മുഴം ഉയരമാണ് ആ ചുവരിനുള്ളത്. എങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ തീക്കുണ്ടാരത്തിൻ്റെ ആഴം എത്രയായിരിക്കും? 40 ദിവസം പണിയെടുത്താണ് ആ നാട്ടുകാരൊന്നിച്ച് ആ തീക്കുണ്ടാരം ഒരുക്കാനുള്ള വിറക് ശേഖരണം നടത്തിയത്. വേദനാജനകമെന്ന് പറയട്ടെ, ആ വിറക് ശേഖരണത്തിൻ്റെ ഭാഗമായി നടന്നിരിക്കുന്ന നേർച്ചകൾ എത്രയാണ്? രോഗികൾ നേർച്ചയാക്കുന്നു, ലഇൻ ഉഫീതു ലഅജ്മഅന്ന ഹതബൻ ലിഇബ്രാഹിം, എൻ്റെ രോഗത്തിന് ശമനം ലഭിച്ചാൽ ഇബ്രാഹീമിനെ കരിക്കാൻ ഞാൻ വിറക് ശേഖരിച്ചു തരും. അങ്ങനെ സ്ത്രീകൾ നേർച്ചയാക്കുകയാണ്, പുരുഷന്മാർ നേർച്ചയാക്കുകയാണ്. അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നേർച്ചയുടെ ഭാഗമായി വിറക് ശേഖരണം നടത്തി ഈ ഒരുക്കപ്പെട്ട ബിൽഡിങ്ങിൽ കൊണ്ടുവന്ന് വിറക് കുത്തി നിറക്കുകയാണ്. എന്നിട്ടോ ഫലമ്മ ജമഉ മാ അറാദു അശ്അലു ഫീ കുല്ലി നാഹിയത്തിൻ മിനൽ ഹതബി നാറ, ആ വലിയ തീക്കുണ്ടാരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തീ കൊടുത്തു. ഫഔഖദു നാറൻ അളീമ, വലിയ തീക്കുണ്ടാരത്തെ അവർ കത്തിച്ച് സൃഷ്ടിച്ചു. എത്രത്തോളം? അതിൻ്റെ പരിസരത്തേക്കൊരു മനുഷ്യൻ അടുക്കാൻ കഴിയില്ല. അതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ ഒരു പക്ഷിക്ക് പാറിപ്പോവാൻ കഴിയുന്നില്ല. അത്രയും ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് പക്ഷി ആ തീയിലേക്ക് വീണ് കരിഞ്ഞു പോകുന്ന വിധം അത്രയും ഗൗരവമായിരുന്നു. ഇത്രയും വലിയ തീക്കുണ്ടാരം നിർമ്മിച്ചു. എല്ലാ ഭാഗത്തു നിന്നും തീ കൊടുത്തു. അതികഠിനമായി തീ ആളിപ്പടർന്നു.
പക്ഷേ ഒരു ചോദ്യം ബാക്കി വന്നു. എന്താണ് ആ ചോദ്യം? എങ്ങനെ ഇബ്രാഹീമിനെ ആ തീയിലേക്ക് ഇടും അലൈഹിസ്സലാത്തു വസ്സലാം? കാരണം അതിൻ്റെ സമീപത്തേക്ക് അടുക്കാനാവുന്നില്ല, പക്ഷിക്ക് പോലും മുകളിലൂടെ പറക്കാനാകുന്നില്ല. എങ്കിൽ ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എങ്ങനെ അങ്ങോട്ടെത്തിക്കും? ആ സമയത്താണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവിടെ പ്രത്യക്ഷപ്പെടുകയും ഇവിടുന്ന് അങ്ങോട്ട് ദൂരെ നിന്ന് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അങ്ങോട്ട് എറിഞ്ഞെത്തിക്കാനുള്ള ഒരു സംവിധാനം, മിൻജനീക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനത്തെക്കുറിച്ച് അവർക്ക് പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവർ ബന്ധിച്ചിരുന്ന ആ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചങ്ങലക്കിട്ട് ആ തീയിലേക്ക് അവർ എറിഞ്ഞുകൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീയിൽ ചെന്ന് പതിക്കുമ്പോൾ വെള്ളത്തെ സംരക്ഷിക്കുന്ന മലക്കുകൾ വന്നിട്ട് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, ഇന്നറത്ത ഉഹ്മിദത്തിന്നാർ അല്ലെങ്കിൽ അഹ്മത്തുന്നാർ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ ഞാൻ ഈ തീയിനെ അണച്ചു കളയാം? കാറ്റുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കുകൾ വന്നു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ തീയിനെ മുഴുവനും കാറ്റിൽ ഞങ്ങൾ വിട്ടുകളയാം, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അചഞ്ചലമായ വിശ്വാസം, മലക്കുകളിൽ നൽകുന്ന സഹായം സ്വീകരിക്കാം, സ്വീകരിച്ച ചരിത്രങ്ങളുണ്ട്, ഒരു തടസ്സവുമില്ല. പക്ഷേ പിൽക്കാല സമുദായത്തിന് മാതൃകയാകുന്ന വിധം അള്ളാഹുവിലുള്ള വിശ്വാസവും സൃഷ്ടാവ് ഉണ്ടെന്നതും കൃത്യമായി തെളിയിക്കുന്ന മറുപടിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. ലാ ഹാജത ലി ഇലൈക്കും ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വക്കീൽ. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് അല്ലാഹു മതി, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അല്ലാഹുവാണ് എന്ന അചഞ്ചലമായ വിശ്വാസം, താൻ ഏത് ദൗത്യത്തിനാണോ ഇറങ്ങിപ്പുറപ്പെട്ടത് അത് കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്ന നിലക്ക് അള്ളാഹുവിനുള്ള സഹായം കിട്ടുമെന്ന ഉറപ്പോടുകൂടെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കാറ്റിൻ്റെ മലക്കുകളോട്, വെള്ളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോട്, തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ല, ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വക്കീൽ എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ തവക്കുലാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൽ കിടന്നു എന്നതാണ് ചരിത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പിന്നീട് എന്ത് സംഭവിച്ചു? അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ സന്തോഷത്തോടുകൂടെ അതിൽ ജീവിച്ചു എന്നതാണ് ചരിത്രം. പരിശുദ്ധമായ ഖുർആൻ തന്നെ ആ സംഭവം പഠിപ്പിക്കുന്നുണ്ട്. ഖുൽനാ യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അസ്ഫലീൻ. വിവിധ ആയത്തുകൾ കാണാം. വലിയ ചതിയുടെ ഭാഗമായിട്ടാണ് അവരിത് പ്രയോഗിച്ചത്. ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞ ഉടനെ അവിടെ ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ സ്വീകരിക്കാൻ വന്നത് ആരാണെന്നറിയുമോ? മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം. ഫസ്തഖ്ബലഹു ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇബ്രാഹിം നബിയെ സ്വീകരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, ഇബ്രാഹിം ലക ഹാജ, എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രതികരിക്കുന്നു, അമ്മ ഇലൈക ഫല, ഇല്ല, ഇപ്പോൾ താങ്കളിലേക്കൊരാവശ്യവുമില്ല. ഫഖാല ജിബ്രീൽ, ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഫസ്അൽ റബ്ബക്, എങ്കിൽ റബ്ബിനോട് ചോദിച്ചോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹസ്ബി മിൻ സുആലി ഇൽമുഹു ബിഹാലി, ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ, എൻ്റെ അവസ്ഥ കൃത്യമായി എൻ്റെ റബ്ബിനറിയുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശ്വാസ ഹൃദയങ്ങളിൽ ബലിപെരുന്നാളിൻ്റെ സന്ദേശമായി രൂഢമൂലമാവേണ്ടത് ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണ്, ഈ ഒരു വിശ്വാസമാണ്. ഘട്ടം ഘട്ടമായി വിവിധങ്ങളായ പ്രതിസന്ധികൾ, വൈതരണികൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തിരമാല കണക്കെ കുടുംബപരമായി, സാമ്പത്തികമായി, രാഷ്ട്രീയപരമായി, രാഷ്ട്രപരമായി എല്ലാ നിലയിലും നമുക്ക് പ്രതിസന്ധികൾ വന്നുകൂടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട വിശ്വാസമാണ്, ബലിപെരുന്നാളിൻ്റെ സന്ദേശമായി ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ട മെസ്സേജാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്. ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ റബ്ബിന് എൻ്റെ അവസ്ഥ അറിയുമല്ലോ, എൻ്റെ റബ്ബ് എനിക്ക് പരിഹാരം തരും.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്കെൻ്റെ അള്ളാഹു മതി, അത് എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണ്. ആ ഉറച്ച വിശ്വാസത്തിൽ നിന്നപ്പോൾ സൃഷ്ടാവ് തീയിനോട് കൽപ്പിക്കുകയാണ്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഒരു എയർ കണ്ടീഷന് സമാനമായി നീ ഇബ്രാഹിമിനാവണം. വ അറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ, അവരുദ്ദേശിച്ചത് ചതിയാണ്, പക്ഷേ ആ ചതി കൊണ്ട് അത് അവർക്ക് തന്നെ വിനയാക്കി അവരെ നിന്ദരാക്കി മാറ്റാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം സുസ്മരവദനായി സസന്തോഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ചരിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിശ്വാസം ഉറപ്പിക്കാനും നമ്മുടെ ജീവിത പാതയിൽ അള്ളാഹുവിൽ ഉറപ്പിച്ചു നീങ്ങാനുമുള്ള നല്ല ഒരു പാഠമാണ് ഖലീലുല്ലാഹി ജീവിത പുസ്തകം നമുക്ക് കൈമാറുന്നത്. പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ കത്തിയാളുന്ന തീക്കുണ്ടാരത്തിൽ തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.